നമസ്കാരം. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡേയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും 9th ഡേ ഓഫ് നവരാത്രി, 9th സ്ട്രെങ്ത് ഓഫ് വിമൻ ഇൻ റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എങ്ങനെ നമ്മുടെ ഇന്നർ എബിലിറ്റി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു അല്ലേ. നമ്മുടെ വാല്യൂസ് കൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം നർച്ചറിങ് കെയറിനെ കുറിച്ച് പറഞ്ഞിരുന്നു, പേഷ്യൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഹൗ ടു ഓവർകം ഡാർക്ക്നെസ് ടുഗെദർ ആസ് എ കപ്പിൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ദ ലാസ്റ്റ് ഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ശ്രദ്ധിദാത്രി. എങ്ങനെയാണ് നമ്മളുടെ കഴിവുകൾ ബെറ്റർ ആക്കാവുന്നത്. പലപ്പോഴും നമ്മളൊരു റിലേഷൻഷിപ്പിലായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ബോദർ ചെയ്യുന്നത് അറ്റ് ടൈംസ് വി ഫൊർഗെറ്റ് ഹൂ വി ആർ. വി ഓൾവേസ് ടെൻഡ് ടു ലുക്ക് അപ്പ് ടു ദി അതർ പേഴ്സൺ. നമ്മളുടെ കഴിവുകളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ള വളർച്ചയെക്കുറിച്ചോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. മറ്റേ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു അത്തരത്തിൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് യു ഓവർ ഡിപ്പെൻഡ് ഓൺ ദ അതർ പേഴ്സൺ ദാറ്റ് യു യുവർ സെൽഫ് മേ സ്റ്റാർട്ട് ലൂസിങ് റെസ്പെക്റ്റ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൗ ടു ഡെവലപ്പ് ഇന്റർ ഡിപ്പെൻഡൻസ്. സോ ഒന്ന്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം. ദാറ്റ് ഈസ് വി ഫീൽ ദാറ്റ് വി ഡോണ്ട് നീഡ് അവർ പാർട്ട്ണർ സപ്പോർട്ട് ഫോർ എനിത്തിങ്, റാദർ വി പ്രിഫർ ഡൂയിങ് തിങ്സ് ഫോർ അവർ സെൽഫ്. രണ്ടാമത്തെ ഒരു രീതി ഡിപ്പെൻഡൻസ്, എന്തിനും ഏതിനും മറ്റേയാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമുക്ക് എന്തൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേയാളെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യം. മൂന്നാമത്തേതാണ് ഇൻ്റർ ഡിപ്പെൻഡൻസ്. ഇൻ്റർ ഡിപ്പെൻഡൻസിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈച്ച് അതർ സപ്പോർട്ട് ചെയ്യുകയാണ്. വി ആർ supporting our own growth and along with that we are supporting our partner as well, so we still can have the mutual respect and connect in the relationship. ഇനി എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് കൂട്ടാനായിട്ട് സാധിക്കുക? ആദ്യത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഓവർ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഈ കുഴപ്പങ്ങളൊക്കെ വരുന്നത്. സോ the first and most important thing, you need to foster your independence. When I say foster your independence, it's all about your personal growth. എങ്ങനെ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്ത്, അതായത് നമ്മുടെ പാഷൻസ് ആയിരിക്കാം, നമ്മുടെ ഹോബീസ് ആയിരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള പലതും നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ തന്നെ അതിനെ ഫ്ലറിഷ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മളുടെ ബെസ്റ്റ് നമുക്ക് റിലേഷൻഷിപ്പിൽ കൊടുക്കാനായിട്ട് സാധിക്കാറ്. നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റേ ആളെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. സോ ഒരു ടുഗെദർനെസ് നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ഹൗ? either it can be either way. ഒന്ന്, നമുക്ക് നമ്മുടെ വൾനറബിലിറ്റിയിൽ സപ്പോർട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വി ക്യാൻ ഓഫർ ദ സപ്പോർട്ട്. സോ നമ്മുടെ പാർട്ട്ണറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നു എന്ന് കാണുമ്പോൾ വി ക്യാൻ ഓഫർ ദ സപ്പോർട്ട് ദാറ്റ് ഈസ് റിക്വയർഡ്, ഓർ ടുഗെദർ യു ക്യാൻ വർക്ക് ഓൺ പ്രോബ്ലം സോൾവിങ്സ്. ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് നിലനിന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഗ്രോത്തിനെയും ഫോസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇൻഡിപെൻഡൻസ് ആകുമ്പോൾ പലപ്പോഴും കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഡിപ്പെൻഡൻസ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്പേസ് കാണാൻ പറ്റാതെ പോകും. സോ ഇൻ്റർ ഡിപ്പെൻഡൻസ് ആകുമ്പോൾ യു നീഡ് ടു ക്രിയേറ്റ് എ വിഷൻ ടുഗെദർ. ആ വിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി വലിയ വലിയ കാര്യങ്ങളാവണമെന്നൊന്നുമില്ല. നേരെ മറിച്ച് ഇറ്റ് ക്യാൻ ബി അറ്റ്ലീസ്റ്റ് ലൈക്ക് കപ്പിൾ ടൈം ടുഗെദർ. ഒരു മോർണിംഗ് റുട്ടീൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോബി രണ്ടുപേരും കൂടെ ചേർന്ന് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കാം. അത്തരത്തിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റി ഓഫ് ടൈം ബിറ്റ്വീൻ യു ഗൈസ് ഇംപ്രൂവ്. അങ്ങനെ ക്വാളിറ്റി ഓഫ് ടൈം ഇംപ്രൂവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലവ് വിൽ ഓൾസോ ഫ്ലറിഷ്. സോ സിദ്ധിദാത്രി എന്താണ് നമ്മളോട് പറയുന്നത്? ഇറ്റ്സ് ഓൾ അബൌട്ട് ഫോസ്റ്ററിങ്, ഇറ്റ് ഓൾ അബൌട്ട് ഫ്ലറിഷിങ്. സോ ഈ ഒരു 9 ദിവസം നമ്മൾ പല പല സ്ട്രെങ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ലോലി ആൻഡ് സ്റ്റഡിലി വൺസ് യു സ്റ്റാർട്ട് എസ്റ്റാബ്ലിഷിംഗ് ദീസ് സ്ട്രെങ്സ് ഇൻ യുവർ റിലേഷൻഷിപ്പ് ടുഗെദർ വിത്ത് ഇന്റർഡിപെൻഡൻസ്, without any over dependence or independence, mutual respect will grow and you can flourish your love. അപ്പോൾ ഈ 9 ദിവസം നമ്മുടെ ഈ സീരീസിനോടൊപ്പം ഉണ്ടായതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ഒരു നവരാത്രിക്ക് എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ
ടാലൻസ് ഒക്കെ ഫ്ലറിഷ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.